വലിപ്പം ഉണ്ടാവും, 400-450 ഗ്രാം ഉണ്ടാവും. ഇത് ഒട്ടിച്ച് വെച്ചൊന്നുമല്ല. നാളെ ഏതോ ഒരു ഇതിൽ പിന്നെ ഒരു അബിയുടെ എന്തോ ഒരു ഇതിട്ടപ്പോൾ ആളുകൾ കയ്യിൽ കമൻറ്റ് വന്നിരുന്നു. അതെനിക്ക് അതിമങ്ങനെ ഒട്ടിച്ച് വെച്ചതാണോന്നൊരു സംശയം. അല്ല ആണോന്നുള്ളതിന് കുറച്ച് ബാക്കിന് നീളം കൂടുതൽ. എന്തത് ഒട്ടിച്ചൊന്നുമല്ല. ഞാൻ കൈ എടുത്തിട്ട് ഇതാ കൈയൊക്കെ എടുത്തിക്കണ്. അത് അന്ന് എന്താന്ന് വെച്ചാല് ഈ അബിയുവിന്റെ പൊതുവെ കൊമ്പൊടിയും. അപ്പൊ നമ്മളതൊന്നിങ്ങനെ പൊക്കി പിടിച്ചാലേ വീഡിയോയിൽ കാണുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒന്ന് പൊക്കി പിടിച്ചതാണത്. അപ്പൊ ആളുകൾ പറഞ്ഞ് അതായി ഒട്ടിച്ചതാണോന്നൊരു നീളം കൂട്ടിയിട്ട് ഒരു സംശയം വന്ന് അറിഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വീണ്ടും മലപ്പുറം ജില്ലയിൽ പട്ടണക്കാവുള്ള നമ്മുടെ മൊയ്തീൻഖാൻ്റെ ഫാമിലാണ് കേട്ടോ. ഒരുപാട് നല്ല ഇനം പ്ലാന്റുകളുടെ അതിമനോഹരമായ കളക്ഷൻ നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കും. കരിമ്പൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടവർ മുന്തിരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് പുതിയത് അപ്ഡേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിൻ്റെ അംഗമാവുക. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്സായിട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതാണ് കായ്ക്കാൻ പന്തൽ ആവശ്യമില്ലാത്ത മുന്തിരി, ടവർ മുന്തിരി. അതായത് ഇങ്ങനെ ടവർ മോഡൽ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുക. നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്രയും ഉയരത്തിൽ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് വള്ളി അയിമ കൂടി ചുറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ മുന്തിരിക്കോല ഉള്ളിൽ കായ്ച്ച് ഇങ്ങനെ തൂങ്ങി ഇതേമാതിരി കെടുക്കും, വള്ളി പുറത്ത് ചുറ്റിയും കെടുക്കും. ഇതപ്പോൾ നമുക്ക് ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം. ഇനി ഹൈറ്റ് ആക്കണമെങ്കിൽ ഇത് മറ്റേ വയറിങ്ങിന് അല്ല സർവീസ് വയർ വലിച്ചിട്ടുള്ള കമ്പിയാണ്. അതായിട്ട് ഇങ്ങനെ ടവർ ഉണ്ടാക്കി കൊണ്ടുപോയാൽ മതി. ടവർ മോഡൽ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ മതി, കെട്ടിക്കൊണ്ടായാൽ മതി. നമുക്ക് സിമ്പിൾ ബഡ്ജറ്റിൽ ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം കൈക്കാനുള്ള മുന്തിരിയും കിട്ടും. ഇതിപ്പോൾ എത്ര സൈസ് ചട്ടിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്? ഇത് 20 ഇഞ്ച് ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫ്രൂട്ട് ആയി നിൽക്കുന്നത് തന്നെ ഉണ്ടല്ലേ, നല്ലതായിട്ട് നിൽക്കണം. അതിൻ്റെ അടിയിലൊക്കെ മുന്തിരിക്കൊല ഉണ്ടതാ. ഇതിപ്പോൾ കൊടുക്കാനായിട്ട് കൊടുന്നാണോ അതോ നമുക്ക് വീട്ടിലേക്ക് ഒരു ഫ്രണ്ടിലേക്ക് വെക്കാൻ എന്നുള്ള രീതി കൊടുന്നാണോ? അല്ല, നമ്മളിത് പിന്നെ ഇവിടെ പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും. ഓക്കെ, നമ്മൾ വീട്ടിൽ വെക്കുന്നതുമാണ്. ഇതിന്റെ ചെറുതൈകളൊക്കെ അപ്പുറത്തുണ്ടല്ലേ? ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഇതിന്റെ ചെറുതൈകളാണല്ലേ കൊടുക്കാനായിട്ടുള്ള. ഇതിനൊക്കെ നമുക്ക് എത്ര 500 രൂപേൻ്റെ താഴെയല്ലേ ഇതിനൊക്കെ വരുള്ളൂ റേറ്റ്? 500 രൂപേൻ്റെ താഴെ ഉള്ളൂ. ഇതാണ് തോത്താപ്പുരി എന്ന് പറഞ്ഞ മാങ്ങ. നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെയാണ്. നമ്മളൊരു ശേലം മാങ്ങൻ്റെ ഒക്കെ മോഡൽ നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെയാണ് തോത്താപ്പുരി. ഇത് ഞങ്ങൾ മാങ്ങ പൊട്ടിച്ചിരുന്ന് മുകളിലുണ്ടായിരുന്നു മാങ്ങ പൊട്ടിച്ച് കഴിച്ചിട്ടുള്ള അനുഭവമാണ് പറഞ്ഞത്. മുമ്പ് ഞങ്ങളെടുത്ത് തോത്താപ്പുരി ഒരു 4 വർഷം മുമ്പ് തോത്താപ്പുരി ഞങ്ങളെടുത്തുണ്ട്. നല്ല ടേസ്റ്റുള്ള മാങ്ങ. സ്ഥിരമായിട്ട് ഇവിടെ വെക്കുന്ന ഒരു പ്ലാന്റ് സ്ഥിരമായിട്ട് ഞങ്ങളടുത്തുള്ള തന്നെയാണ്. അതിന് മദർ പ്ലാന്റ് ഏറ്റവും വലുത് വേറെയുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ തൈകളൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണോ? അത്യാവശ്യമുള്ളവർക്ക് വേണ്ടവർക്ക് കൊടുക്കും. ഓക്കെ, അപ്രോക്സിമേറ്റ് റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത്? റേറ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പിന്നെ മോഹവിലയാണ്. കാരണം ഇതേപോലെ കാഴ്ച നിൽക്കുന്ന മാമ്പഴമുള്ള അതും നല്ല അടിപൊളിയായിട്ട് ഇല്ല. കൊണ്ടേ നട്ട ഉടനെ കായ് തുടങ്ങും, പിന്നെ കായ്ക്കില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഇല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ ഒരുപാട് തൈകൾ നമ്മൾ വാങ്ങി നട്ടിട്ട് കായ്ക്കാത്ത ഒരുപാട് ഫാമിലിയുടെ വരവുണ്ട്. എന്നിട്ട് പറയൽ എന്താണ്, ഞങ്ങൾ നട്ടതൊന്നും കായ്ച്ചിട്ടില്ല, മതി നട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ആവശ്യ നിലയിലാണ് വരൽ. അപ്പോൾ നമ്മൾ കായ്ച്ചത് കൊടുത്ത് അത് അവർക്ക് പിന്നെ ഉറപ്പായി പിന്നെ കായ്ക്കുന്നത് 100% ഗ്യാരണ്ടി ആണല്ലോ. അതാണ് ഈ കൂടുതലും കായ്ച്ചത് ഞങ്ങൾ കൊടുക്കുന്നത്. ഇതാണ് ചക്കപ്പഴത്തിലൊരു പുതിയ വെറൈറ്റി. തായ്ലൻഡിൻ്റെ ആണ്. തായ്ലൻഡ് ചക്കപ്പഴം എന്ന് പറയാം, പക്ഷേ പിങ്ക് ചക്കപ്പഴമാണ്. പഴുത്ത് കഴിഞ്ഞാൽ പിങ്ക്. അതിൻ്റെ പച്ച കളർ ഇവിടെ വേറെ ഉണ്ടായി വരണുണ്ട്. ഇതാ ഇത് ഇനി മൂത്ത് പഴുക്കാനാവുമ്പോൾ അങ്ങനെ ആവും, പിങ്ക് കളറാവും. നല്ല ടേസ്റ്റും ഉണ്ട്, കുരു കുറവാണ്. പിന്നെ ഇതിൽ നിറയെ പൂവിട്ടിട്ടുണ്ട്. എല്ലാ ഭാഗത്തും പൂവുണ്ട്, നിറച്ച് പൂവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തൈയുമാണ്. വലിയ 1200 ഡ്രമ്മിലുമാണ്, നല്ല ഡ്രമ്മിലുമാണ് വെച്ചിട്ടുള്ളത്.
നല്ല പെയിന്റ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിണ്ട്. അടിപൊളിയാക്കി. തൊട്ടടുത്ത് തന്നെ നമ്മളെ കരിമ്പ് കിട്ടല്ലോ, ഇത് ഏതാ വെറൈറ്റി? ഇതാണ് ഒരു പുതിയ കരിമ്പ് തന്നെയാണ്. അതായത് ആന്ധ്രൻ്റെ കരിമ്പാണ്. ആന്ധ്രയിലും പിന്നെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട് ഈ കരിമ്പ്. പക്ഷെ അത്യാവശ്യം ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ണം കൂടുതലുള്ള കരിമ്പാണ്. ഇതിൻ്റെ അടുത്ത് വന്ന് നോക്ക്, ഇതിൻ്റെ കരിമ്പിൻ്റെ തണ്ട് വണ്ണം കൂടും. നമ്മൾ ഈ പിന്നെ പൂരം വേലക്കുതിനൊക്കെ ആളുകൾ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ഇറക്കണില്ല കരിമ്പ്, ആ കരിമ്പിൽ പെട്ടതാണ്. ഇതൊക്കെ കൊടുക്കാനായിട്ട് വെച്ച് തന്നെയാണോ? ഇത് അത്യാവശ്യമുള്ളവർക്ക് കൊടുക്കും. ഇതാണ് തായ് പിങ്ക് പേര. പേരയിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ള പേര, കുരു കുറവുള്ള പേര, നമുക്ക് വീട്ടിൽ നടാൻ പറ്റുന്ന ഒരു വെറൈറ്റി നല്ല ഗുണമുള്ള ഒരു പേരയാണ് തായ് പിങ്ക് പേര. ആർക്കും നട്ട് വളർത്താം. ഏതൊരു ചെറിയ ചെടിച്ചട്ടിയിൽ വേണമെങ്കിലും വളർത്താൻ പറ്റുന്ന പേരയാണ്. ഇതിൻ്റെ വലിപ്പം ഇത്രയും വലിപ്പം ഉണ്ടാവും, 400-450 ഗ്രാം ഉണ്ടാവും. ഇത് ഒട്ടിച്ച് വെച്ചൊന്നുമല്ല. നാളെ ഏതോ ഒരു ഇതിൽ പിന്നെ ഒരു അബിയുടെ എന്തോ ഒരു ഇതിട്ടപ്പോൾ ആളുകൾ അതിൽ കമൻറ്റ് വന്നിന്, അതെനിക്ക് അതിമങ്ങനെ ഒട്ടിച്ച് വെച്ചതാണോന്നൊരു സംശയം. അല്ല, ആണോ എന്നുള്ളതിന് കുറച്ച് ബാക്കിന് നീളം കൂടുതൽ. എന്ത് ഒട്ടിച്ചൊന്നുമല്ല, ഞാൻ കൈ എടുത്തിട്ട് കൈയൊക്കെ എടുത്തിക്കണ്. അത് അന്ന് എന്താന്ന് വെച്ചാല് ഈ അബിയുവിന്റെ പൊതുവെ കൊമ്പൊടിയും. അപ്പൊ നമ്മൾ അതൊന്നിങ്ങനെ പൊക്കി പിടിച്ചാലേ വീഡിയോയിൽ കാണുള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് പൊക്കി പിടിച്ചതാണത്. അപ്പൊ ആളുകൾ പറഞ്ഞ് അത് അതിമ ഒട്ടിച്ചതാണോന്നൊരു നീളം കൂട്ടിയിട്ട് ഒരു സംശയം വന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല, അത് ഒട്ടിച്ചതൊന്നുമല്ല. നമ്മളിപ്പോൾ അങ്ങനെ ഒന്നും നോക്കലില്ല. ഇപ്പോൾ വീഡിയോ ഇത് എടുക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ അത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടൊന്നും ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കില്ല. നമ്മൾ കിട്ടുമ്പോൾ ഒരു വീഡിയോ എടുക്കുക, ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമേ ഉള്ളൂ. അതായത് നമ്മളടുത്ത് തന്നെ ഫ്രൂട്ട്സുകളുണ്ട്, ഇതൊക്കെ ഇവിടെ കായ്ക്കും. നമ്മളിവിടെ കായ്ക്കുന്ന ഫ്രൂട്ട്സുകൾ നമ്മൾ നട്ട് വളർത്തുക, അതാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്ത് വിടുന്നത്. അല്ലാതെ ഇപ്പോൾ ഇത് എല്ലാവരും കൂടി നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അറിയണവർക്ക് ഇതെല്ലാം അറിയാം, പക്ഷേ അറിയാത്തവർക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഈ അറിയാത്തവരാണ് ഈ കമൻറ്റ് ഇടുന്നത്. കാരണം ഇവിടെ വളരാത്ത ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. നമ്മളെ തണുപ്പുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അതൊന്നും നടണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത്. അത് എല്ലാ സമയത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തണുപ്പുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്നത് അങ്ങനെ കായ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓറഞ്ചും ആപ്പിളൊക്കെ ഇവിടെ കായ്ക്കുകയാണെന്ന് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പിന്നെ കണ്ണൂരും കാസർഗോഡും എറണാകുളം തൃശ്ശൂരും പാലക്കാടും ഒക്കെ, പാലക്കാടല്ല തൃശ്ശൂരൊക്കെ കായ്ക്കുകയാണെങ്കിൽ അതിന് എല്ലാവരും അത് വാണിജ്യാടിസ്ഥാനത്തിൽ ആപ്പിളും ഓറഞ്ചും ഇവിടെ കൃഷി ചെയ്യണ്ടേ? അത് ചെയ്യണില്ലല്ലോ. ഇത് ഒരു തൈ പോലും, ഞങ്ങളുടെ ആപ്പിള് 9 വർഷമായിട്ട് ഞങ്ങളുടെ ആപ്പിൾ തൈ നട്ടു വളർത്തുന്നുണ്ട്. ഇന്നേ വരെ അത് കായ്ച്ചിട്ടില്ല. അവർ പൂട്ട് വരും, പൂവാണ്ട് കരിഞ്ഞു പോകും. പിന്നെ ആരോ പറഞ്ഞ് ആപ്പിൾ കായ്ക്കണമെങ്കിൽ കഴിയുമ്പോൾ കൂടി ഐസ് കലക്കി ഒഴിച്ചാൽ മതി പറഞ്ഞു, തണുപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചാൽ. അങ്ങനെ ഞങ്ങൾ ചെയ്ത് നോക്കി, എന്നിട്ടും കായ്ച്ചില്ല. കാരണം അത് തണുപ്പ് കാലാവസ്ഥയിൽ മാത്രമേ ഇതൊക്കെ കായ്ക്കുള്ളൂ. അതായത് തണുപ്പ് കാലാവസ്ഥയിൽ കായ്ക്കുന്നത് തന്നെ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ലിച്ചി, ഓറഞ്ച്, ആപ്പിള്, കിവി, പെർസിമൺ എന്ന കാക്ക ഫ്രൂട്ട്, സബർജൽ വെറൈറ്റികൾ, ഇതൊന്നും 100% ഞങ്ങളിവിടെ കായ്ച്ചത് കണ്ടിട്ടില്ല. ഞങ്ങളിവിടെ നട്ട് വളർത്തി നോക്കിയിരിക്കണ്, ഇതൊന്നും ഇവിടെ കായ്ച്ചിട്ടുമില്ല. ഇതെല്ലാ സാധനങ്ങളും ഞങ്ങൾ വളർത്തി നോക്കി. കിവി ഞാൻ ഇവിടെ വളർത്തി നോക്കിയിരിക്കണ്, ബ്ലൂബെറി വളർത്തി നോക്കിയിരിക്കണ്, ബ്ലാക്ക്ബെറി വളർത്തി നോക്കിയിരിക്കണ്, ആപ്പിള് വളർത്തി നോക്കിയിരിക്കണ്, ഓറഞ്ച് വളർത്തി നോക്കിയിരിക്കണ്. ഇതെല്ലാം ഇവിടെ നമുക്കത് ഫെയിലായിട്ടേ ഉള്ളൂ, ഒന്നും കായ്ച്ചിട്ടില്ല. പിന്നെ നമ്മളെ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് പിന്നെ ഓറഞ്ച് ഇവിടെ കായ്ച്ചിരുന്ന് ഏതോ ഒരു ഓറഞ്ച്, നാഗ്പൂർ ഏതോരോ, ആ ഓറഞ്ച് ഞങ്ങൾ കായ്ച്ചിട്ട് ഞങ്ങളെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ചണ്ടി മോഡലുണ്ട്. അത് ഒരിക്കലും അത് മധുരമില്ല, പുളിയില്ല, ഒന്നും ഇല്ലാത്തൊരു ചണ്ടി. അപ്പോൾ നമ്മളെ അനുഭവങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോയിൽ കൂടിയും പറയുന്നത്. അത് കേൾക്കുന്നവർക്ക് അരോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, കാരണം അവർക്കതിന് അനുഭവം ഉണ്ടാവില്ല ചിലപ്പം. ഞങ്ങൾക്കിതിന് അനുഭവങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഇതാണ് എഡുവ എന്ന് പറഞ്ഞ ലോങ്കണ്, കായ്ച്ച തൈ തന്നെയാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തൈയാണ്. നടുവിലാടെ താഴെ പ്രൂൺ ചെയ്ത് 2 കൊമ്പായിട്ട് വന്നിട്ടുണ്ട്. മറ്റേമ്പിലും പൂ വരുന്നുണ്ട്, മറ്റേ കൊമ്പിലും. ഒരു 20-20ൻ്റെ ഗ്രോ ബാഗിലുമാണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതല്ലേ? അത് കൊടുക്കാനുള്ളത് തന്നെ. നമുക്ക് ഈ ലോങ്ങിൻ്റെ ഏതൊക്കെ വെറൈറ്റീസ് നമ്മളെ കയ്യിലുണ്ട് ഇപ്പോൾ ടോട്ടല്? ലോങ്ങൺ ഇപ്പോൾ എഡുവുണ്ട്, എഡുവ സ്റ്റാർ ഉണ്ട്, വൈറ്റ് ലോങ്ങൺ ഉണ്ട്, പിന്നെ പിങ് പോങ് ഉണ്ട്, ഡബിൾ ലോങ്ങൺ ഉണ്ട്. ഞങ്ങളെല്ലാം നട്ടിക്കണ്. റെഡ് ലോങ്ങൺ ഉണ്ട്, അതേമാതിരി 4 സീസൺ ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും നല്ല ലോങ്ങണ് വൈറ്റും 4 സീസണും എഡുവയും മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലും ഏറ്റവും ടോപ്പ് വൈറ്റാണ്. ഏറ്റവും ടോപ്പ് വൈറ്റ്. നമ്മളെ മൊയ്തീൻ ഖാൻ്റെ ഫാമിലുള്ള ബനാന മാംഗോ കേട്ടോ. കഴിഞ്ഞ പാർട്ട് വീഡിയോ ആയിട്ട് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്രൂട്ട് ഈ ഒരു പ്ലാന്റ് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ ഇത് മൊയ്തീൻ ഖാൻ നമ്മളൊന്ന് പൊട്ടിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ ഇപ്പം വീണ് കിട്ടിയിട്ടുണ്ട് ഇതിമന്ന്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ? അതിൻ്റെ റിവ്യൂ കൊടുക്കാം.
നമുക്കെന്നാ കഴിച്ചു നോക്കല്ലേ? കഴിച്ചോ, ഒന്ന് കഴിച്ചു നോക്കാം. ക്യൂബ് നമുക്ക് ഇതിന്ന് എടുക്കാം കേട്ടോ. ജ്യൂസ് ആ പാത്രത്തിൽ സത്യം പറഞ്ഞെങ്കിൽ ഒരു കൈ കൊണ്ട് സാധനം എടുക്ക്. ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അടിപൊളി മധുരം കേട്ടോ, നല്ല മധുരം. ഇപ്പൊ ഈ പാത്രത്തിലൊക്കെ കണ്ടില്ലേ, ഇവിടൊക്കെ ആ ജ്യൂസി ആയിട്ട് നമുക്ക് ഉറ്റി കിടക്കുന്നുണ്ട്. ആ ശരിക്കും ഒരു കഷ്ണം എടുത്തിട്ടോ. അത്യാവശ്യം നല്ല കഴമ്പ് തന്നെ ഉണ്ട്. ഇതുണ്ടോ, ഈ ഒരു കഴമ്പ് തന്നെ നമുക്ക് ഇതുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളി, സൂപ്പർ കേട്ടോ, ഒന്നും പറയാനില്ല. ഇതുണ്ടോ, ഈ ഒരു കഴമ്പ് വരെയാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റിയാണ്.